ഹായ് ഗായ്സ്, മല്ലു കോമിക്സിന്റെ ബ്ലൂ ലോക്ക് വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ബ്ലൂ ലോക്കിന് വേണ്ടി മാത്രമുള്ള ചാനലാണെന്നാണ് എല്ലാവരും വന്ന് നോക്കുന്നതൊക്കെ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീഡിയോ പ്ലാനിലുണ്ട്. പക്ഷേ ഇത് തീരണ്ട, ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോവാം. മാസങ്ങളായി ഇത് തുടങ്ങിയിട്ട്. അതിൻ്റെ പാർട്ട് 7ഉം 8ഉം, അതായത് ഓരോ എപ്പിസോഡും ഇപ്പം ഞാൻ ഇറക്കാൻ പോകുന്നത് ഈ ഒറ്റ വീഡിയോ 24 മിനിറ്റ് അങ്ങാണ്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് പാർട്ട് 2 ആണ്. കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ഗൈസ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു ഇസാക്കി ഒരു ഗോൾ അടിച്ചിട്ട് ഡ്രോയിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. 1-1 ഡ്രോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെയും ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. റിന്നിൻ്റെയും കൈസറിൻ്റെയും രണ്ടുപേരും ഒക്കെ ഭ്രാന്ത് എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതിന് ശേഷം ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ ഫേസ് കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും ഇതെന്തൊരു ഗോൾ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഹിയോരിനെ കാണിക്കുന്നുണ്ട്. ഹിയോരി ആകെ എക്സൈറ്റഡ് ആണ് ഇസാക്കിയുടെ ഗോൾ കണ്ടിട്ട്. ആൻഡ് ഹിയോരി ചോദിക്കുന്നുണ്ട്, നീ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ അത്രയും ചെയ്തത്? അത് ഇതുവരെ എല്ലാം പ്ലാൻഡ് ആയിരുന്നു എന്നുണ്ടെന്ന് ഹിയോരി ഇസാഗി അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇസാഗി പറയുന്നുണ്ട്, രണ്ട് കാര്യം ഒഴിച്ചിട്ട് റിന്നും കൈസറും എന്നെ ടാക്കിൾ ചെയ്യാൻ വരുന്നുള്ള കാര്യം എനിക്ക് അറിയ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള അത് പറയുന്നുണ്ട് ഇസാഗി. ബാക്കിയെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കാര്യം മാത്രം എനിക്കൊരു പിടി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഹിയോരി ചോദിക്കും, നിന്റെ അടുത്ത് ഇതുപോലുള്ള കഴിവുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇസാഗി പറയും, ഇത് അതായത് എനിക്ക് അറിയില്ലായിരുന്നു, ഇതെല്ലാം പ്ലാൻഡ് ആയിരുന്നു, പക്ഷെ ഗോൾ അടിക്കണമെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവർ രണ്ടുപേരെ എങ്ങനെ ടാക്കിൾ ചെയ്തെന്ന് ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ലാന്ന് അങ്ങോട്ട് ഇസാഗി പറയുന്നുണ്ട്. ആൻഡ് ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് നാഗിയുടെ, അതായത് U20 വേഴ്സസ് ബ്ലൂ ലോക്കിൽ ആ ഗോളാണെന്ന് ഇസാഗി പറയുന്നുണ്ട്. ആൻഡ് ബ്ലൂ ലോക്കിൽ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ എന്ന് വെച്ചാൽ നാഗിയാണ്. അതുപോലൊരു കിടിലം മൈൻഡ് സെറ്റുള്ളൊരു പ്ലെയർ വേറെ ഇല്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ആരാണെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. ആൻഡ് മാച്ചിലോട്ട് വരാം. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഹിയോരി ഇസാഗിയോട് പറയുന്നുണ്ട്. അതായത് ഇപ്പം നീ അടിച്ച ഈ ഗോളില്ലേ, അത് നീ പ്രാക്ടീസ് ചെയ്തിട്ട് നിനക്ക് എപ്പോൾ വേണോ അപ്പം നിനക്ക് ഈ സ്കില്ലെടുത്ത് അടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ ആരെ കൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഹിയോരി ഇസാഗിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇസാഗിക്കും അപ്പം അത് ഹിറ്റ് ചെയ്യുന്നു. ശരിയാണല്ലോ, ഇങ്ങനെയുള്ള കഴിവ് പിന്നെ എൻ്റെ കൂടെ കളിക്കുന്ന ഒരാൾക്കും ഇല്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും റൈറ്റ് ലെഗ് കൊണ്ടും അടിക്കാം, ലെഫ്റ്റ് ലെഗ് കൊണ്ടും അടിക്കാം. ആ ഒരു ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്കിത് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇസാഗി ഇത് ആലോചിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്രയും നാൾ ഇതിൽ ഇനി കുറച്ചുകൂടി ഞാൻ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് ഇസാഗി പോകുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നോവ ഗ്രിമ്മിനെ മാറ്റിയിട്ട് ഇസാഗിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറോണ അവിടെ ഇറക്കുന്നു. അങ്ങനെ ഇസാഗി കൈസറിന് മുന്നേ ഗോൾ അടിച്ചെന്നുള്ള ഒരു ഫ്രസ്ട്രേഷനിൽ കൈസർ ആകെ പ്രാന്തെടുത്ത് അവിടെ നടക്കുന്നു. ആൻഡ് അവൻ്റെ അതായത് കോൺഫിഡൻസും പേഷ്യൻസും ഒക്കെ ഭയങ്കര ടോപ്പിലെത്തി നിൽക്കുന്നു. അതായത് എങ്ങനെയും ഗോൾ അടിക്കണം എന്നുള്ള മൈൻഡിൽ. അതിൻ്റെ നെസ് ഓൾറെഡി ഫീൽഡിലുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ആവുന്നു, റിന്നിൻ്റെ കയ്യിൽ നിന്ന് പാസ് പോയിട്ട് റീസ്റ്റാർട്ട് ആവുന്നു കളി. ആൻഡ് അപ്പം തന്നെ ചാൾസ് മുകളിലോട്ട് കൈയൊക്കെ പൊക്കിയിട്ട് പറയുന്നത്, എന്നെ ഒന്ന് പെട്ടെന്ന് നിന്ന് ഇറക്കി തരും, എനിക്ക് വെയ്യ മടുത്തു, കാരണം അത് ഒരുമാതിരി ബോറിംഗ് ആണ്. അതായത് ഷീഡോൻ എല്ലാവരും മാർക്ക് ചെയ്തിരിക്കണം, എനിക്ക് പാസ് ചെയ്യാൻ ആരുമില്ല. ഇത് കേട്ടിട്ട് ലോക്കിയാകും ഒരു കലിപൂണ്ട് അവിടെ ഇരിക്കുന്നു. ആൻഡ് ഈ ഡിസ്ട്രാക്ഷൻസിൽ ഹിയോരി ആൻഡ് റൈച്ചിയും വന്നിട്ട് റിനിയുടെ അടുത്ത് പന്ത് പേടിക്കാനായിട്ട് ഡബിൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് അവിടുന്ന് പന്തെടുത്ത് നേരെ കുറോണയുടെ കയ്യിലോട്ട് പോകുന്നു. കുറോണ എന്തായാലും ഇസാക്കിക്കൊല്ല പാസ് കൊടുക്കുള്ളൂ. അങ്ങനെ കുറോണ ഇസാക്കിക്ക് പാസ് കൊടുക്കുന്നു. പക്ഷെ അവിടെ കൈസർ വന്നിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ കൈസർ എന്ന് പറയുന്നത് ഇസാക്കിയുടെ സ്വന്തം ടീമിൽ കളിക്കുന്ന ഒരുത്തനാ. അവന് ഒരു വ്യത്യാസമില്ല ആരെ പാസ് ചെയ്യുന്ന ആർക്കാ പാസ് ചെയ്യുന്നത്. എനിക്ക് പന്ത് വേണം, ഞാൻ പന്തെടുത്ത് ഗോൾ അടിക്കാൻ പോവാണെന്നുള്ള ഒറ്റ മൈൻഡിലോട്ട് അവൻ നിൽക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവനൊരു പ്രാക്ടീസിലോട്ട് ഉണ്ടായിരുന്നു. അതായത് കൈസർ അവൻ വെറുതെ പ്രാക്ടീസ് ചെയ്യല്ലായിരുന്നു, അവനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കിക്ക് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതായത് നമ്മുടെ പണ്ടത്തെ ഒരു ബനാന കിക്കില്ലേ, ഭയങ്കര ലോങ് നിന്ന് കേർവ് ചെയ്ത് അടിക്കുന്ന ബനാന കിക്ക്, ആ ബനാന കിക്ക് അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ട്രെയിനിങ് ഫീൽഡിൽ ഇത് നടക്കും, പക്ഷേ അതായത് ഒരു മാച്ചിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും. അതിന്റെ കൈസർ ഇത് എങ്ങനെയൊക്കെ മാച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിൽ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യും. ബട്ട് ഇതൊരു മാച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഓടുന്ന സമയം അതായത് ടാക്കിൾ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അവന് പിന്നെ ഓൾറെഡി ഡെസ്പറേറ്റ് ആണ് ഇപ്പോൾ ഇസാഗി ഒരു ഗോൾ അടിച്ചുകൊണ്ട്. അങ്ങനെ കൈസർ ഇതെല്ലാം മൈൻഡിലിട്ടിട്ട് കൈസർ എങ്ങനെയും ഗോൾ അടിക്കണം, അതായത് എങ്ങനെയും ഈ ഷോട്ടിലൂടെ എനിക്ക് ഗോൾ അടിക്കണം എന്നുള്ള ആ ഒരു മൈൻഡിലോട്ട് പോയിരിക്കുന്ന കൈസർ. അങ്ങനെ കൈസർ ആ ഷോട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ കൈസർ എങ്ങനെയൊക്കെയോ അതായത് എല്ലാവരെയും കൂടെ ഇടയിലൊക്കെ ഇട്ടിട്ട് കൈസർ അടിക്കുന്നുണ്ട്. പക്ഷെ ഗോളാവുന്നത് പോട്ടെ, ആ ഗോൾ പോസ്റ്റിന്റെ ഒരു അയലത്തൂടെ പോവാണ്ട് ആ ബോൾ ഒരുമാതിരി കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയി വീഴുന്നു. ഇത് കണ്ടിട്ട് ഇസാഗി, നെസ് എല്ലാവരും ഒരുമാതിരി ഇവൻ എന്താ കാണിക്കുന്നുള്ള മൈൻഡ് പോയി. അതിനുശേഷം കൈസറിനെ കാണിക്കുന്നുണ്ട്. കൈസർ എന്താ ഇത്രയും ഡെസ്പറേറ്റ് ആയിട്ട് ഈ മൊത്തം ചാപ്റ്റേഴ്സിൽ കൈസറിനെ ആരും കണ്ടില്ല. അങ്ങനെ ഒരു ലെവലോട്ട് കൈസറും പോകുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് കൈസറിന്റെ ഒരു ചെറിയ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ചെറുതാക്കിയിട്ട് പറയാം ഞാൻ. കൈസറിന്റെ അച്ഛനും അമ്മയും, അതായത് ഒരാൾ ഡയറക്ടറും ഒരാൾ ഒരു ആക്ട്രസും ആയിരുന്നു. അങ്ങനെ കൈസർ ജനിച്ചതിന് ശേഷം കൈസറിനെ അബണ്ടൻ ചെയ്യുന്ന അവന്റെ അമ്മ. അതായത് ഒരു മകനൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നാട്ടില്
വലിയ വില ഇല്ലാന്ന് തന്നെ അവരുടെ ഒരു വിചാരം. അതുകൊണ്ട് കൈസറിന്റെ അമ്മ അവനെ അബണ്ടൻ ചെയ്യുന്നു. അവൻ അച്ഛന്റെ കൂടെ ജീവിക്കുന്നു. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കുടിയും, അതായത് പണിക്കൊന്നും പോകത്തില്ല, അങ്ങനെ ഇരുന്ന് കുടിക്കും, അതൊക്കെ ആയിരുന്നു. അങ്ങനെ കൈസറിനോട് പണിക്കൊക്കെ പോകാൻ പറയുന്നു. കൈസറാണെന്നുണ്ടെങ്കിൽ എല്ലാം, അതായത് ഇപ്പൊ പണിക്ക് പോകണമല്ലോ, അപ്പോൾ വലിയ കാശൊന്നുമില്ല. അതുകൊണ്ട് കൈസർ കക്കാൻ ഇറങ്ങുന്നത്. അതായത് ഇവൻ എന്ത് പണിക്കാ പോകണമെന്നുള്ളവന്റെ അച്ഛന് ഒരു ഡിഫറൻറ്റും ഇല്ല, ഒരു ഇതും ഇല്ല. അങ്ങനെ ഇവനെ ലൂട്ടാൻ, അതായത് ഇവനെ കുറെ ഇതാക്കാനായിട്ട് അവന്റെ ഫ്രണ്ട്സും, അതായത് ഇവനെ അങ്ങനെ ഒരു നാട്ടിലൊരു പോലീസ് സ്റ്റേഷനിൽ നടക്കുമ്പോൾ ഇവനെ ഒറ്റാക്കിയിട്ട് ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും മുങ്ങിക്കളയും. ആൻഡ് ഇതറിഞ്ഞ അച്ഛൻ ഇവന്റെ ഫുട്ബോൾ എടുത്തിട്ട് ഒരു ബോട്ടിൽ വെച്ച് കുത്താൻ നോക്കുമ്പോൾ കൈസറിന്റെ തനി സ്വരൂപം കാണിക്കും. കൈസർ അവിടെ കിടന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കൈസർ അവന്റെ അച്ഛനൊക്കെ അടിക്കാൻ വരും. ലൈഫിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം അവൻ അപ്പം ചെയ്യും. അതായത് അവന്റെ അച്ഛനെ അടിക്കാൻ വരും. അങ്ങനെ ആ പന്ത് അവിടെ നിന്ന് എടുത്ത് മാറ്റി കളയും. അങ്ങനെ പോലീസുകാരെല്ലാം വന്ന് അവനെ പിടിക്കും. അങ്ങനെ കൈസർ ജയിലിലാവുന്നു, മാസങ്ങളോളം ജയിലിലാവുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ഫിഫയുടെ ഓത്തറൈസ്ഡ് ഒരാൾ വന്നിട്ട് കൈസറിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് അവനെ ബെയിലിൽ എടുത്തുകൊണ്ട് പോകുന്നു. and അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് കൈസർ ഈ ഒരു ലെവലിലോട്ട് എത്തി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് ഒരുപാട് അവൻ ട്രെയിൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവൻ ഈ ലെവലിലോട്ട് എത്തിയെന്ന് എങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് കൈസർ ഇപ്പോൾ ഒരു ഗോൾ അടിക്കാൻ നോക്കില്ല, ഞാൻ വളരെ ബനാന കിക്ക് പോലുള്ള ഗോൾ അടിക്കാൻ. അപ്പൊ ഇതൊക്കെ അവന്റെ മൈൻഡിലോട്ട് ഫ്ലാഷ് ചെയ്ത് പോകുന്നുണ്ട്, അവന്റെ എല്ലാ ഈ കാര്യങ്ങളും. ഈ റിന്നും ഇസാഖിയും കാരണം അവനെല്ലാം, അതായത് ഇങ്ങനെ പ്രാന്തെടുത്ത പോലെ അവൻ നടക്കുന്നതെല്ലാം അവനൊരു ഫ്ലാഷ് പോലെ വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇസാഖി അവനോട് പറയുന്നുണ്ട്, യു ഷിറ്റി ക്ലോൺ നീൽ ടു മീ, അതായത് താഴെ ഇരിക്കടാ നായെന്ന്. ഇപ്പൊ നീ ഈ ടീം നിന്റേതല്ല, ഇപ്പൊ ടീം ഈ എന്റേതാണ്. ഇതോട് കേട്ടപ്പോ കൈസർ ആകെ പൊട്ടിതായിട്ടിരിക്കുന്നു. അങ്ങനെ നോവയ്ക്ക് ഇത് കണ്ട് എല്ലാം എന്റെ പ്ലാൻ പോലെയാണ് നടക്കുന്നത് നോവ പറയുന്നത്. അതെന്താന്ന് വരും, ഓക്കെ. ആൻഡ് ഇതിന് ശേഷം നമുക്ക് പിന്നെ ബാസ്റ്റർ മുഷന്റെ കയ്യിലാണ് പന്ത് മൊത്തം, അവരുടെ ഇതിലാണ്, അണ്ടറിലാണ് ഇപ്പൊ കളി മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇസാഗി കൈസറിനെ ഇങ്ങനെ, അതായത് കൈസറിനെ യൂസ് ചെയ്യാൻ വേണ്ടി ഇസാഗി ശ്രമിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഡെസ്പറായിട്ട് നിൽക്കുന്ന ഒരുത്തനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ടും ഗുണം ചെയ്യുന്നുള്ളത് ഇസാഗിക്ക് അറിയാം. ഇസാഗി ഒരുമാതിരി വില്ലന്റെ പോലെയാണ് ആക്ട് ചെയ്യുന്നത് ഇപ്പോൾ. അതിന്റെ നെസ്സിന് ഈ കാര്യം മനസ്സിലാവുന്നുണ്ട്. കാരണം ഇസാഗി ഇവനെ ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ട് ആകതാക്കാന്നുള്ള കാര്യം നെസ്സിന് മനസ്സിലാവുന്നുണ്ട്. ആ നെസ് ഇവനെ നിർത്താൻ നോക്കുന്നുണ്ട്. എങ്ങനെയും കൈസർ ഇങ്ങനെ പൊട്ടന്മാരെ പ്രാന്തന്മാരെമാരി ചെയ്യുന്നതെല്ലാം നിർത്താൻ വേണ്ടിയിട്ട് നെസ്സും ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഉണ്ടാക്കി വെച്ച ഫെയിമും എല്ലാം വെള്ളത്തിലായി പോകും. ഇപ്പൊ ഇങ്ങനെ അവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അടിച്ച പോലെ ഷോട്ടെല്ലാം അടിയുന്നുണ്ട്, എല്ലാം വെള്ളത്തിലായി പോകുന്നത് നെസ്സിന് അറിയാമായിരുന്നു. ആൻഡ് നെസ് കൈസറിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ്, നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ ഇത്, അതായത് നീ ഒന്ന് അടങ്ങ്, നമുക്ക് എങ്ങനെയും ഗോൾ അടിക്കാം, നിനക്ക് ഞാൻ പാസ് ചെയ്യാന്നൊക്കെ നെസ്സിന് കൈസറിനോട് പറയുന്നുണ്ട്. ആൻഡ് കൈസർ ഇതൊക്കെ കേട്ടിട്ട് കൈസർ അടങ്ങുന്നില്ല. കൈസർ നേരെ പോയിട്ട് സ്ലൈഡ് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് പന്തെടുക്കാൻ നോക്കുന്നു. അപ്പൊ കൈസറിന് മനസ്സിലാവുന്നു, ഞാൻ എന്താ ഈ കാണിക്കുന്നത്, എനിക്കെന്താ പ്രാന്താന്ന് കൈസറിന് മനസ്സിലാവുന്നു. അങ്ങനെ കൈസറിന്റെ ഒരു തരത്തിലുള്ള ഒരു അവേക്കനിങ് അവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മ വരുന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ ഇസാഗി പറഞ്ഞതൊക്കെ അവനൊരു ഓർമ്മ വരുന്നു. കൈസറിന്റെ ഒരു തരത്തിലുള്ള അവേക്കനിങ് അവന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇസാഗി ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ച മാച്ചാണ് ഇപ്പോൾ, ഓക്കെ. അങ്ങനെ ഇസാഗി മൊത്തമായിട്ട് ബോൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ഇസാഗി ഒരുത്തിന് പാസ് കൊടുക്കും, അതായത് കൊറോണക്ക് പാസ് കൊടുക്കുന്നത്. ഇസാഗി കൊറോണക്ക് പാസ് കൊടുക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് മിന്നൽ പോലെ കൈസർ വരുന്ന് പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അതായത് മുന്നേയും കൈസർ പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡിഫൻഡറെ പോലെ തന്നെ. പക്ഷെ ഇപ്രാവശ്യം അവൻ വന്നത് ഒരാൾക്ക് പോലും മനസ്സിലാവില്ല എങ്ങനെയാ വന്നത്. അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു അവേക്കനിങ് വെച്ചിട്ട് ആ പെട്ടെന്ന് വന്നിട്ട് തന്നെ പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ പന്ത് കൈ കിട്ടിയ കൈസർ പെട്ടെന്ന് തന്നെ പന്ത് എടുത്ത് മുന്നോട്ട് പോയിട്ട് പാസ് കൊടുക്കാൻ നോക്കുന്നത്. അങ്ങനെ പാസ് കൊടുക്കുന്ന ആർക്കാണെന്നറിയോ? റായ്ച്ചിക്ക്. അതുകൊണ്ട് നെസ് തന്നെ ആകെ തരിച്ചിരുന്നു. കാരണം നെസ്സിനാണ് കൈസർ പാസ് കൊടുക്കല്. പെട്ടെന്ന് തന്നെ റായ്ച്ചിക്ക് കൊടുക്കും. കാരണം കൈസർ എല്ലാം റിസ്ക് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റിയിലാണ്. ഇപ്പൊ എന്ത് റിസ്ക് ആയിട്ടാണെങ്കിലും വെള്ളം എനിക്ക് ഗോൾ അടിക്കുന്നുള്ള മെന്റാലിറ്റിയിലാണ് കൈസർ നടക്കുന്നത്. അങ്ങനെ കൈസർ റായ്ച്ചിക്ക് പാസ് കൊടുക്കുന്നത്. അതിന്റെ കൈസർ റായ്ച്ചിക്ക് പാസ് കൊടുക്കുന്നുള്ള കാര്യം ആരും ആലോചിക്കുന്ന പോലുമില്ല. പിന്നെ കൈസർ റായ്ച്ചിക്ക് പാസ് കൊടുത്താൽ റായ്ച്ചി തിരിച്ചു തരുന്നതാണോ? കൈസർ തന്നെ അറിയാമല്ലോ, സെൽഫായിട്ട് കളിക്കുന്ന ഒരുത്തനാണ്. അങ്ങനെ കൈസർ കെഞ്ചുന്ന് പ്ലീസ് എന്ന് പറയുന്ന റായ്ച്ചിയോട്. ഇത് കേട്ടിട്ട് റായ്ച്ചിക്ക് കുറച്ച് ഹാപ്പിനെസ് ആയിട്ട് പാസ് തിരിച്ചു കൊടുക്കുന്നത് റായ്ച്ചി കൈസറിന്. അതിന്റെ കൈസർ അവന്റെ പ്രൈഡും അവന്റെ ഇതൊക്കെ എല്ലാം പിന്നിട്ട് കളിക്കുന്നതായിട്ട് ഇസാഖിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയി. ഇസാഖി അവനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയി. അല്ലെങ്കിൽ ഇസാഖി അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ കൈസർ ഇത്രയൊക്കെ കളിക്കുന്ന ഇടയിലും റിന്ന് വന്നിട്ട് കൈസറിന്റെ അടുത്ത് നിന്ന് മെല്ലെ പന്ത് എടുത്തോണ്ട് പോകും. അതായത് കൈസറിന്റെ അടുത്ത് നിന്ന് പന്ത് എടുത്തോണ്ട് പോകും. പക്ഷെ എല്ലാ പ്രാവശ്യം കൈസർ ഇപ്രാവശ്യം ദേഷ്യപ്പെടുന്നില്ല. പകരം അവൻ എണീച്ചിട്ട് റിന്റെ പിന്നാലെ തിരിച്ചു ഓടുന്നു. പന്ത് എടുക്കണം എന്നുള്ള മെന്റാലിറ്റിയിൽ അവൻ റിന്നിന്റെ പിന്നാലെ തിരിച്ചു ഓടുന്നു. ആൻഡ് റിന്നിന്റെ അടുത്ത് പന്ത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റായ്ച്ചിയും കൊറോണയും അവിടെ കിടന്നിട്ട് ടാക്കിൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് മൊത്തം മാച്ചും മൊത്തം പ്ലേയേഴ്സിനെല്ലാം റീഡ് ചെയ്യുന്ന കറാസുവിന് പോലും മനസ്സിലാവുന്നില്ല ഇപ്പം ഈ ബാസ്റ്റർ മുഷന്റെ ഇടയിൽ എന്താ നടക്കുന്നതെന്ന്. അവർ ഒരു ടീമാണോ അതോ അവർ രണ്ട് ടീമാണോ, മൊത്തം 3 ടീം ഇവിടെ കളിക്കുന്നുണ്ടെല്ലാം കറാസുവിന്റെ മൈൻഡിൽ വന്നു പോകുന്നുണ്ട്. കുനിഗാമയാണെന്നുണ്ടെങ്കിൽ കുനിഗാമി ഷിഡോനെ മാത്രം മാർക്ക് ചെയ്ത് കളിക്കുന്നു. ഇസാഗി ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി വില്ലനെ പോലെ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിലെല്ലാം കൈസറിന്റെ അടുത്ത് പെരുമാറുന്നത്. കൈസർ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഒരുമാതിരി പ്രാന്തന്മാരെ പോലെ അലഞ്ഞി നടന്നിട്ട് കളിക്കുന്നു. കരാസുവിന് മനസ്സിലാവുന്നില്ല യുവന്മാർ ഇനി എന്താ മുന്നേ ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെയാണ് ഹിയോരി ആലോചിച്ചിട്ടിരിക്കുന്നത്. ഇനി എന്താ മുന്നേ നടക്കാൻ പോകുന്നത് ഹിയോരിക്ക് മനസ്സിലാവുന്നില്ല.
ആൻഡ് ഇതിനുശേഷം നോയുടെ ഒരു തിങ്കിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇസാഗിക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന 3 പ്ലെയേഴ്സാണുള്ളത്. ഹിയോരി, കുറോണ ആൻഡ് ഇപ്പോൾ കാണിച്ച പ്ലെയർ. ഇവർ 3 പേരാണ്. ഇപ്പോൾ ഈ ജിന്നെന്ന് കാണിച്ച പ്ലെയർ പുതിയ പ്ലെയറാണ്. അവൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇവർ 3 പേരാണ് ഇപ്പോൾ ഇസാഗിക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സ് എന്ന് നോ ആലോചിക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം ഈ ജിന്ന് എന്ന പ്ലെയറിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഇവൻ ജനിച്ചപ്പോൾ തന്നെ ഇവൻ മരിക്കും അതായത് ജീവിക്കുന്നുള്ള ഒരു 50-50 ചാൻസിലാണ് ഈ പയ്യൻ ജനിച്ചിട്ടുണ്ടാവുക. കാരണം അവൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം ഉണ്ടാവും. അത് കാരണം ഇവൻ ജനിച്ചപ്പോൾ തന്നെ ഇവനൊരു ഭയങ്കരമായിട്ടൊരു ഇൽനെസ്സിലൂടെ എല്ലാം പോയിട്ടുണ്ടാവും. ഒരു 50-50 ചാൻസ് ആണ് എപ്പോഴും ഇവൻ്റെ ലൈഫിലുണ്ടാവുക. ഇവന് രണ്ട് ഏട്ടന്മാരുണ്ടാവും. പിന്നെ ഇവൻ ബ്ലൂ ലോക്കിൽ വന്നപ്പോൾ തന്നെ ഇവൻ നന്നായിട്ടും കളിക്കില്ല, മോശമായിട്ടും കളിക്കില്ല. എപ്പോഴും ഒരു 50-50, അതായത് ആ ഒരു ലെവലിൽ മാത്രം കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പം അവൻ്റെ മുന്നിൽ 2 50-50 ഉണ്ട്. ഒന്ന് ഇസാഗി, ഒന്ന് കൈസർ. ആർക്ക് അവൻ പാസ് കൊടുക്കണം എന്നുള്ള മൈൻഡ് അവൻ്റെയും കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കാണിച്ചതിന് ശേഷം നമുക്ക് മാച്ച് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇസാഗി കുറോണക്ക് പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറോണയുടെ കയ്യിൽ നിന്നിട്ട് നനാസെ വന്നിട്ട് ബോൾ എടുത്തിട്ട് റെന്നിനെ പാസ് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ ആ പാസ് വന്നിട്ട് കൈസർ വന്നിട്ട് ടാക്കിൾ ചെയ്യുന്നു. കൈസർ വന്നിട്ട് ആ പന്ത് വന്ന് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കൈസറിന് ഇപ്പോൾ മനസ്സിലായി, അതായത് എനിക്കിപ്പോൾ ഈ ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പേരെ ഞാൻ ഒഴിവാക്കിയിട്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെ കളിക്കേണ്ടി വരും. അതായത് ഹിയോരിനെയും കൊറോണയും മാറ്റിയിട്ട് തന്നെ ഞാൻ കളിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇത് കളിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവൻ പന്ത് എടുത്തിട്ട് നേരെ കുനിഗാമിക്ക് പാസ് കൊടുക്കുന്നു. ആൻഡ് കുനിഗാമി ഓൾറെഡി ഷീഡോനെ മാർക്ക് ചെയ്യുന്നതിൽ ബിസി ആയതുകൊണ്ട് തന്നെ കുനിഗാമി കിട്ടിയ പന്ത് തന്നെ അപ്പോൾ തന്നെ തിരിച്ച് തന്നെ കൈസറിന് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കൈസർ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ കുനിഗാമിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി പ്ലേയേഴ്സിനെ യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടു നിൽക്കുന്ന ഇസായിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓൺലി കാണാനേ പറ്റുന്നുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൈസർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇസായിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവന് വേൾഡ് സ്റ്റൈൽ ഈഗോണ്, അതായത് ഇവൻ ടീം വെച്ച് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷെ റിൻ ഏത് തരത്തിലുള്ള കളിക്കാരാണെന്ന് ഇപ്പോഴും ഇസാക്കിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ റിന്നും കരാസും വന്നിട്ട് പെട്ടെന്ന് തന്നെ ഹൈസറിൻ്റെ അടുത്ത് പന്ത് എടുക്കുന്നുണ്ട്. അത് നേരെ ഹിയോരിയുടെ അടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഹിയോരി കിട്ടിയ പന്ത് തന്നെ നേരെ ഇസാഗിക്ക് പാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇസാഗി ഓൾറെഡി ഡിഫൻഡേഴ്സ് മാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഹിയോരിക്കും അറിയാം. അപ്പോൾ ഹിയോരി കുറച്ചുകൂടി കയറ്റി അടിച്ചിട്ട് നേരെ കുറോണയുടെ കയ്യിലോട്ട് പാസ് എത്തുന്നത്. ഇത് 2 ഡിഫൻഡേഴ്സും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ ഇസാഗിക്ക് പാസ് കൊടുക്കുന്നതാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് കുറോണ നേരെ തന്നെ തിരിച്ച് ഇസാഗിക്ക് തിരിച്ച് പാസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ കിട്ടിയ പന്ത് ഇസാഗി ഗോൾ അടിക്കുന്ന ലെവലിലോട്ട് പോയിട്ട് ഗോൾ അടിക്കാൻ വേണ്ടി കാൽ ഉയർത്തുമ്പോൾ തന്നെ ചാൾസ്, ആരും പ്രതീക്ഷിക്കാണ്ട് ചാൾസ് അവിടെ വരും. ഇത്ര നേരം ആളെ കണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ചാൾസ് അവിടെ വരും. ആൻഡ് ചാൾസ് ഈ ടാക്കിൾ ചെയ്ത പന്ത് നേരെ തന്നെ നെസ്സിൻ്റെ അടുത്ത് പോകുന്നു. നെസ്സിൻ്റെ മൈൻഡിൽ ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയും കൈസറിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം. ഞാനൊരു അടിപൊളിയായിട്ടൊരു പാസ് ചെയ്യണം, അതെങ്ങനെയും കൈസർ ഗോൾ അടിക്കണം. അങ്ങനെ കൈസറിന് പാസ് കൊടുക്കുന്നു. പക്ഷെ കൈസർ എന്ത് ചെയ്യുന്നത്, കൈസർ വേണമെന്ന് വെച്ചിട്ട് ആ പാസ് മിസ് ചെയ്ത് കളയുന്നത്, അതായത് പാസ് വിട്ട് കളയുന്നത്. പക്ഷെ പാസ് വിട്ട് കളഞ്ഞ് നേരെ പന്ത് പോയി വീണത് ജിന്നിൻ്റെ കയ്യിൽ. ഈ പ്ലേ എല്ലാവരോടും സംബന്ധിച്ചും ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. കാരണം കൈസർ ഒരു പന്ത് വിടുന്നു, അതാണ് ജിന്നിൻ്റെ കാലിലോട്ട് പോകുന്നത്. ഇത് ഇസാഗിക്ക് പോലും ഭയങ്കരമായിട്ടൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലേ ആയിരുന്നു. അങ്ങനെ ജിന്നിന് കിട്ടിയ പന്ത് കൈസർ ഇന്റർസെപ്റ്റ് ചെയ്യാൻ നോക്കുന്നേ ഇല്ല. കൈസർ അവൻ കളിക്കട്ടെ, അവൻ ഓടട്ടെ എന്നുള്ള ലെവലിലോട്ട് കൈസർ അത് വിട്ടുകൊടുക്കുന്നത്. ആൻഡ് ഇപ്പോൾ കൈസറിന് പന്ത് വേണം, അതായത് ജിന്ന് എങ്ങനെയും കൈസറിന് പാസ് കൊടുക്കണം. അതുകൊണ്ട് ജിന്നിൻ്റെ അടുത്ത് കൂടെ തന്നെ കൈസർ ഓടുന്നു. അതിൻ്റെ അവിടുന്ന് നേരെ ഗോൾ പോസ്റ്റിൻ്റെ അങ്ങോട്ട് ഓടുന്നു. അവന് പാസ് തായോ എന്നുള്ളൊരു മൈൻഡിലോട്ട് കൈസർ അങ്ങോട്ട് ഓടുന്നു. ആൻഡ് ഇസാക്കി വിചാരിച്ചിരിക്കുന്നത് ജിന്ന് അവൻ്റെ സൈഡാണെന്നാണ്. അതുകൊണ്ട് അവൻ എനിക്ക് തന്നെ പാസ് തരും, അപ്പോൾ നിങ്ങളെന്തായാലും എനിക്ക് എന്താ പാസ് തരാം, ഞാനും ഗോൾ അടിക്കാന്നുള്ള ലെവലിലോട്ട് ഓടാന്നുള്ള മൈൻഡിലെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇസാഗിയും ഗോൾ പോസ്റ്റിന് അങ്ങോട്ട് ഓടുന്നത്, കൈസർ ഓടുന്നത്, ഇസാഗി ഓടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറുക്കനൊരു 50-50 അവൻ 2 പേർക്കും പാസ് ചെയ്യാണ്ട് അവൻ നടുവിലോട്ട് പാസ് ചെയ്യുന്നു. ഈ സെൻട്രൽ അടിച്ചോട്ട് ബോൾ എടുക്കാൻ വേണ്ടി എല്ലാവരും ഓടുന്നു. പക്ഷെ കൈസറിൻ്റെ ഫേവറിലാണ് കുറച്ചുകൂടി ഉള്ളത്. അങ്ങനെ ചാൾസും എല്ലാവരും അങ്ങോട്ട് ഓടുന്നു. പക്ഷെ ആദ്യം അവിടെ എത്തുന്നത് കൈസർ ആയിരിക്കും. അങ്ങനെ കൈസർ പന്ത് കിട്ടിയ തന്നെ കൈസർ ഇമ്പാക്ട് യൂസ് ചെയ്യാന്നുള്ളൊരു ലെവലോട്ട് പോകും. ആൻഡ് ലാസ്റ്റ് ടൈം കൈസർ ഈ സെയിം ഷോട്ട് അടിച്ചപ്പോൾ പുറത്തോട്ടല്ലേ പോയത്, അത് പോസ്റ്റിൻ്റെ 7 അയലത്തോല് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം ദൂരത്തോട്ട് പോയി. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് സെയിം ആകും. ബട്ട് എന്താണെന്ന് വെച്ചാൽ കൈസറിൻ്റെ പുതിയൊരു സ്കില്ല് എടുക്കുവാണ്. പുതിയൊരു സ്കില്ല് എടുത്തിട്ട് ഒറ്റ അടി. എല്ലാവരും വിചാരിച്ചത് ഇത് കഴിഞ്ഞ അതേ ഷോട്ടാണ്, ഇതും പുറത്തോട്ട് തന്നെ പോയിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഗോളിയൊന്നും നോക്കുക പോലും ചെയ്യില്ല. ബോൾ പുറത്താണ്. പക്ഷേ അതായത് ബോൾ കേർവ് ചെയ്ത് ഗോൾ പോസ്റ്റിൽ കയറി ഗോൾ അടിക്കും. അങ്ങനെ കൈസർ ബാസ്റ്റർ മുഷന് വേണ്ടിയിട്ട് 2ാമത്തെ ഗോൾ അടിച്ചിട്ട് ലീഡിലെത്തിക്കും ബാസ്റ്റർ മുഷനെ. ഇതിന് ശേഷം എല്ലാ പ്ലേയേഴ്സിന്റെ ഫേസ് എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ട്. ഹിയോരി ചോദിക്കുന്നുണ്ട് ജിന്റെ അടുത്ത്, നീ എന്തിനാ കൈസറിന് ഫേവറായിട്ട് പന്തിട്ടെടുത്തേ, നീ ആർക്കും പാസ് ഇല്ല, പക്ഷെ നീ എന്തിനാ കൈസറിന് ഫേവർ ചെയ്തത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിന്ന് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇത് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ കൈസർ തോറ്റുപോയായിരുന്നു. ഞാനിപ്പോൾ ഇത് ഇസാഗിക്ക് പാസ് കൊടുത്താൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാനിപ്പോൾ ഇത് കൈസറിന് പാസ് കൊടുത്തോണ്ട് എൻ്റെ വാല്യൂം കൂടിയും കുറച്ച് കൂടി എന്ന് പറയുന്നുണ്ട് ജിന്ന്. ആൻഡ് ഇത് കേട്ട് ഇസാഗി വെക്കുന്നുണ്ട്, അവന് മാത്രമേ ഇനി പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല, ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല, ഒരു ബോർഡർ ലൈനിൽ മാത്രമേ ഞാൻ കീപ്പ് ചെയ്യുള്ളൂ കാര്യങ്ങൾ, എനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ഇസാഗിയോട് അവൻ പറയുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം ഇസാഗി ആ ഗോൾ അനലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് ഇസാഗി ഇപ്പം മനസ്സിലായി ഇവൻ വേൾഡ് സ്റ്റൈലായിട്ട് കളിക്കുന്ന ഒരുത്തന. അതായത് ഒറ്റയ്ക്ക് കളിക്കുന്നതല്ല, അവന് ടീം വേണം, ടീം ഇല്ലാണ്ട് ഇവന് കളിക്കാൻ പറ്റാന്നുള്ള കാര്യം ഇസാഗി മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇസാഗി പറയുന്നുണ്ട്, ഇനിയും ഇവനെ അനലൈസ് ചെയ്യണം,
ഇനി ഇവനെ അനലൈസ് ചെയ്ത് ഒരുപാട് പഠിക്കാനുണ്ട് ഇസാഗി ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം നെസ്സിനെ കാണിക്കുന്ന നെസ്സി കൈസർ ഗോൾ അടിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തിലാണ്. പക്ഷേ കൈസർ ഒരു കാര്യം പറയും, അത് നെസ്സിനെ ഒരുപാടായിട്ട് ബ്രേക്ക് ആക്കി കളയും, നെസ്സിനെ ഒരുപാട് സങ്കടത്തിലോട്ടാക്കി കളയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത്ര നാളെ എന്നെ ഹെൽപ്പ് ചെയ്തതിന് നന്ദി, പക്ഷേ ഇനി എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണ്ട. കാരണം നീ ഇത്ര നാളെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാനൊരു കൂട്ടിലിട്ട പോലെയായിരുന്നു. ഞാൻ എൻ്റെ പൊസിഷൻസ് വിട്ട് ഞാൻ എങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണ്ട. ഞാൻ എല്ലാ റെസ്ട്രിക്ഷൻസും ഉടച്ചുകൊണ്ട് ഞാൻ ഇനി എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ഞാൻ കളിക്കാൻ പോവാണ്. എനിക്ക് ആര് പാസ് തന്നാലും എനിക്ക് കുഴപ്പമില്ല. ഈ റെസ്ട്രിക്ഷൻസ് എന്നുള്ള വാക്ക് ഇസാഗി കേൾക്കുന്നത്. അങ്ങനെ ഇസാഗി വീണ്ടും അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ഓരോ പ്ലേയേഴ്സിനെയും സെൽഫായിട്ട് കളിക്കുന്നവർ, റെസ്ട്രിക്ഷൻസ്, ഫ്രീഡം, അവരെങ്ങനെയൊക്കെയാണ് അവരുടെ ഇമ്പാക്ട് ചെയ്യുന്നത്, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സെൽഫ് സ്റ്റൈൽ, ഫ്രീഡം, ഇതൊക്കെ എങ്ങനെയാണ് അവർ ഇമ്പാക്ട് ചെയ്യുന്നുള്ള കാര്യം ഇസാഗി വീണ്ടും ആലോചിക്കുന്നത്. ആൻഡ് ഇതിനെല്ലാം ശേഷം മാച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഇതിന് മുന്നേ ഇസാഗി കൈസർ പറയുന്നു, അടുത്ത ഗോൾ ആരാ അടിയാന്ന് നമുക്ക് നോക്കാടാന്ന് പറഞ്ഞിട്ടെല്ലാം ചലഞ്ച് എല്ലാം ചെയ്യുന്നു. വീണ്ടും മാച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനുശേഷം റിന്നിനെ കാണിക്കുന്നുണ്ട്. റിന്ന് ഇതെല്ലാം കണ്ടിട്ട് ഒരു ഗോൾ പോലും അടിക്കാണ്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒബ്വിയസ് ആണല്ലോ, ഒരു ഗോൾ പോലും അടിച്ചില്ലല്ലോ, ഏറ്റവും വലിയ പ്ലെയറാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലേ. ഓക്കെ, അങ്ങനെ മാച്ച് വീണ്ടും തുടങ്ങുന്നു. മാച്ച് വീണ്ടും തുടങ്ങിയിട്ട് നേരെ റിന്നാണ് പന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പന്ത് സ്റ്റാർട്ട് ചെയ്ത് നനാസിന്റെ കയ്യിൽ കൊടുക്കുന്നു. നനാസയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റ മൈൻഡേ ഉള്ളൂ, എങ്ങനെയും റിന്നിന് തിരിച്ച് പാസ് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ റിന്നിന് തിരിച്ച് പാസ് കൊടുക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ നനാസയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ പന്തെടുക്കാൻ വേണ്ടി ഇസാഗി വരുന്നു. ഇസാഗി വന്നതിന് ശേഷം ഹിയോരിയും അങ്ങോട്ട് ഓടി വരുന്നു. ഇവന് രണ്ടുപേരും ട്രാപ്പായെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പന്ത് എടുത്തിട്ട് റിന്നിന് പാസ് ചെയ്യുന്നു. പക്ഷെ റിന്നിന്റെ കാലിലോട്ട് പന്ത് എടുക്കുന്നതിന്റെ മുന്നേ തന്നെ കൈസർ വന്നിട്ട് ആ ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇന്റർസെപ്റ്റ് ചെയ്ത് പന്ത് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നു. ആൻഡ് കൈസർ മുന്നോട്ട് പോകുന്നതന്നെ PXCയുടെ പ്ലെയേഴ്സ് എല്ലാം വന്നിട്ട് അവനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഇസാഗിയും പിന്നാലെ ഓടുന്നുണ്ട്, എങ്ങനെയും പന്ത് എടുക്കണം എന്നുള്ള ലെവലിൽ. അങ്ങനെ നമുക്ക് റിന്നിനെ കാണിക്കുന്നുണ്ട്. റിന്ന് ആലോചിക്കുന്നുണ്ട്, എനിക്ക് അണ്ടർ 20 എടുത്ത ആ ഒരു സ്റ്റേറ്റ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. റിന്ന് ആലോചിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഈ സ്റ്റേറ്റിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവന്മാരെന്നെ തോൽപ്പിക്കും, ഇസാഗിയോടെ ഞാൻ തോൽക്കേണ്ടി വരുന്നുള്ള ആലോചിച്ചിട്ട് റിന്ന് ആ സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. ആൻഡ് ഗസ് വാട്ട്, ഇത് കണ്ടിട്ട് ഒരിക്കലും ഇസാഗി സർപ്രൈസ് ആവുന്നില്ല. കാരണം ഇസാഗിക്ക് ഓൾറെഡി അറിയാൻ തോന്നുന്നു ഇവൻ ഈ സ്റ്റേറ്റിലോട്ട് പോകാണെന്നുള്ളത്. ആൻഡ് ഇസാഗി ഇത് കണ്ടിട്ട് ആകെ ചില്ലായിരുന്നു. കാരണം ഇസാഗിക്ക് വലുതായിട്ട് വലിയ അതിശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഇതിലോട്ട് പോവും, ഇവൻ ഈ സ്റ്റേറ്റിലോട്ട് പോകുന്നുള്ള കാര്യം ഇസാഗി ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം റിന്നിൻ്റെയും ഇസാഗിയുടെ ഒരു 1-on-1 കാണിക്കുന്നുണ്ട്. ഇതുവരെ അതായത് ഇങ്ങനെ ഒരു 1-on-1 ആരും കണ്ടാവില്ല. കാരണം കുറച്ച് നാൾ മുന്നേ തന്നെ ഇസാഗി റിന്നിൻ്റെ മുന്നിൽ ഒന്നും അല്ലായിരുന്നു, കാരണം ഒരു ചെറിയ പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ ഇസാഗി റിന്നിനെ ഭയങ്കരമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും 1-on-1 കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നനാസ് അവിടെ വന്നിട്ട് ഇടപെടുന്നു. അപ്പോൾ ഇസാഗി നേരെ തന്നെ കൊറോണക്ക് പാസ് ചെയ്യുന്നു. കൊറോണ തിരിച്ച് ഇസാഗിക്ക് തന്നെ പാസ് കൊടുക്കുന്നു. ആൻഡ് ഇസാഗി ബോൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇസാഗിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, എല്ലാ പ്ലെയേഴ്സും അവൻ്റെ ചുറ്റുമാണ് എവോൾവ് ചെയ്യുന്നത്. കാരണം ഒന്നല്ലെങ്കിൽ അവനെ അഗെയിൻസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ഇസാഗിക്ക് മനസ്സിലാവുന്നു. ഒരാളൊഴിച്ച് ചാൾസ്, അവനെ എപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് ആർക്കും ഒരു പിടിയില്ല. അതുകൊണ്ട് ചാൾസിനൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും അവന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇസാഗിക്ക്. അങ്ങനെ പന്ത് എടുത്തിട്ട് ഇസാഗി മുന്നോട്ട് പോകുന്നു. അതായത് ഒരു മാച്ച് ബിൽഡ് ചെയ്ത് അറ്റാക്കി ബിൽഡ് ചെയ്ത് വരുന്നു. പക്ഷേ എല്ലാ പ്ലേയേഴ്സിനെയും ഡിഫൻഡേഴ്സിനും എല്ലാവരെയും ഇസാഗി കൺട്രോളിൽ എടുത്തിട്ട് വരുന്നു. പക്ഷേ കൈസർ മാത്രം ഇസാഗിക്ക് എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം കൈസർ ഇപ്പോൾ എങ്ങനെയാണ് അവൻ പെരുമാറുന്നുള്ളത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആൻഡ് റിന്ന് ഓൾറെഡി ആ ഒരു സ്റ്റേറ്റിലോട്ട് പോയിട്ടുണ്ട്. അതായത് U20 എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്ത് ആ ഒരു സ്റ്റേറ്റിലോട്ടാണ് റിന്നും പോയിട്ടുള്ളത്. അപ്പോൾ ഇസാഗിക്ക് ഇത് പാസ് കൊടുക്കാന്നുള്ളൊരു മൈൻഡിലോട്ട് ഇസാഗി പോകുന്നു. ആൻഡ് കൈസർ ഇസാഗിയുടെ മൂവ്മെൻറ്റ്സ് അതായത് റീഡ് ചെയ്യുന്നു, ഇസാഗി കൈസറിൻ്റെ മൂവ്മെൻറ്റ്സ് റീഡ് ചെയ്യുന്നു. അങ്ങനെ എന്തോന്ന് വെച്ച് വരട്ടെന്ന് വെച്ചിട്ട് ഇസാഗി നേരെ കൊറോണക്ക് പാസ് കൊടുക്കുന്നു. പക്ഷേ കൊറോണക്ക് പാസ് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു സ്റ്റേറ്റിലോട്ട് പോയിട്ടുള്ള റിന്ന് വന്നിട്ട് പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. റിന്ന് വന്ന് പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം പന്ത് കൈ കിട്ടിയ റിന്ന് ആരെയും നോക്കുന്നില്ല, അതായത് ഒറ്റക്ക് പന്തെടുത്ത് ഓടുന്നു. എല്ലാ ബാസ്റ്റർ മുഷൻ ഡിഫൻഡേഴ്സിനെയും പ്ലെയേഴ്സിനെയും ഹിയോരിനെ അടക്കം വെട്ടിച്ച്. ബട്ട് ഇസാഗി റിന്നിനെ എങ്ങനെയും തടുക്കണം എന്നുള്ള ലെവലോട്ട് പോകുന്നു. പക്ഷെ ബാക്കിയുള്ള പ്ലെയേഴ്സായിട്ട് ഡിഫറൻസ് എന്താ, ഇസാഗി റിന്ന് ഒരുപോലെ ഇല്ലാന്നുള്ള ലെവലായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അല്ല, ഇസാഗി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എല്ലാ പ്ലെയേഴ്സും ഇങ്ങനെ അനലൈസ് ചെയ്യുന്നുണ്ട്. ആ റിന്നിനെ ഓൾറെഡി അനലൈസ് വെച്ചിട്ടുണ്ട്. റിന്ന് സെൽഫ് സ്റ്റൈലാന്നുള്ള കാര്യം ഇവന് മനസ്സിലായി ആ സ്റ്റേറ്റിലോട്ട് പോയപ്പോൾ. ആൻഡ് ഇസാഗി ഇവനെ തടുക്കണം എന്നുള്ള ലെവലോട്ട് പോകുന്നു. ആൻഡ് ഇസാഗി തടുക്കാനായിട്ട് ചെല്ലുന്നത് ലാസ്റ്റ് അണ്ടർ 20 ഇത്തോഷിസെ അവനെ അതായത് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ടാക്ലിങ്ങിലെല്ലാം. അതേപോലെ ഇപ്പോൾ ഇസാഗി അവനെ അതായത് ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നു. ഇത്തോഷിസേനെ പോലെ ഇസാഗി അവനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നു. ബട്ട് ഇസാഗി ഇവിടെ എന്താ ചെയ്യാന്നറിയോ, ഇസാഗി റിന്നിനെ അവൻ്റെ ബ്രദറിൻ്റെ മെമ്മറീസ് ട്രിഗർ ചെയ്ത് കൊടുക്കും. അതായത് അവനെ പോലെ കളിച്ചിട്ട് റിൻ എപ്പോഴും ഇത്തോഷിസേനെ അഡ്മയർ ചെയ്തിട്ടുള്ളൂ. കാരണം റിന്നിനെ അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു ഇത്തോഷിസെ. അപ്പോൾ അതുപോലെ കളിച്ചതിന് കണ്ടപ്പോൾ തന്നെ അവൻ്റെ മെമ്മറീസ് ട്രിഗറായി. അതായത് റിന്നിൻ്റെ മെമ്മറീസ് ട്രിഗറായി. ആൻഡ് അതിനുശേഷം നമുക്ക് റിന്നിൻ്റെ ഒരു ചെറിയ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, യൂസ്ലെസ് ആണ്, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ഇത്തോഷിസയും റിന്നും ബ്രദേഴ്സാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. റിന്ന് കുട്ടിക്കാലം തൊട്ട് തന്നെ ഭയങ്കര അബ്നോർമലായിരുന്നു. കാരണം റിന്ന് ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം വീഡിയോ ഗെയിം കളിക്കൊണ്ടിരിക്കുമ്പോൾ റിന്ന് കാണുന്നത് ഒരു പുലി ഒരു മാനിനെ പിടിച്ചിട്ട് തിന്നുന്നതൊക്കെയാണ്
ഇവൻ കാണുന്നത്. ഭയങ്കരമായിട്ട് പ്രിഡേറ്ററിനെ പോലെയൊക്കെയാണ് റിന്ന് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായി. ഇവൻ എന്തെങ്ങനെ കാണിക്കുന്നുള്ളതെന്ന് കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ റിന്നിൻ്റെ ഒരു ഡയലോഗ് നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഇത്തോഷിനോട് പറയുന്ന ഒരു ഡയലോഗ് കാണിക്കുന്നുണ്ട്, ഐ വാണ്ട് ഫൈറ്റ് സംവൺ അമേസിങ്, ഡെസ്ട്രോയ് ദം ആൻഡ് ഡൈ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇതൊക്കെ കേട്ടിട്ട് ഇത്തോഷി എന്താ ആകെ പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നമുക്ക് കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും മാച്ചിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ആലോചിക്കുമ്പോഴും റിന്നിന്റെ കയ്യിൽ തന്നെയാണ് പന്തുള്ളത്. കാരണം റിന്ന് ഇപ്പോഴും പന്ത് കൊടുത്തിട്ടില്ല. ഇസാഗി ടാക്കിൾ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ പന്ത് കൊടുത്തിട്ടില്ല ഇസാഗിക്ക്. പക്ഷേ അവിടെ കൈസറോടെ വരുന്നത്. കൈസറോട് വന്നപ്പോൾ റിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇതിപ്പോൾ എങ്ങനെയായാലും എൻ്റെ കയ്യിൽ നിൽക്കാൻ പോകുന്നില്ല കാര്യത്തിൽ അവന് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം കൂടെ അവൻ ആലോചിച്ചത്, എനിക്ക് ഇത്തോഷി ഷെയ്ഡ് അടുത്ത് പന്ത് ടാക്കിൾ ചെയ്തെടുത്തിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഗോൾ തന്നെ വഴിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗോൾ എനിക്ക് തന്നെ അടിക്കാന്നുള്ള ലെവലിലോട്ട് മനസ്സിലാവുന്നു. അതായത് റിന്നിനെ മനസ്സിലാവുന്നു. അങ്ങനെ റിന്ന് അവിടുന്ന് വിട്ടുകൊടുക്കാണ്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തോഷി സേനെ തോൽപ്പിച്ച കാര്യമൊക്കെ അവന് മൈൻഡിലോട്ട് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്ത് പോകുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ടാക്കിൾ ചെയ്തതിൻ്റെ കൂടെ തന്നെ വേറൊരുത്തനും കൂടി അങ്ങോട്ട് വരുന്നു. അതായത് നെസ് കൂടി അങ്ങോട്ട് വരുന്നു. നെസ് കൂടി വന്നിട്ട് അവനെ ടാക്കിൾ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ ഈ ടാക്കിളിൽ പന്ത് നേരെ ചാൾസിൻ്റെ കയ്യിലോട്ട് പോകുന്നു. പന്ത് കൈ കിട്ടിയ ചാൾസ് ഒറ്റ കാര്യമല്ലേ ചെയ്യുള്ളൂ, ഷിഡോക്ക് പാസ് കൊടുക്കുക. അങ്ങനെ വീണ്ടും ചാൾസ് ഷിഡോക്ക് പാസ് കൊടുക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം കൈസർ വന്നിട്ട് ആ പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇസാഗി അപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇത്ര നേരം ഞാനും കൈസറും തമ്മിൽ മാത്രമായിരുന്നു കോമ്പറ്റീഷൻ. പക്ഷേ റിന്ന് ഈ സ്റ്റേറ്റിലോട്ട് പോയത് കാരണം ഇപ്പോൾ റിന്നും ഞാനും കൈസറും തമ്മിലാണ് മൊത്തം കോമ്പറ്റീഷൻ ഇസാഗി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ കാര്യം അത് 3 പേർക്ക് മനസ്സിലായിരുന്നു. കൈസറിന് മനസ്സിലായി, റിന്നിന് മനസ്സിലായി, ഇസാഗിക്ക് മനസ്സിലായി. 3 പേര് തമ്മിൽ ഫീൽഡിൽ ഒടുക്കത്തെ കോമ്പറ്റീഷൻ. ആരാ അങ്ങി അടുത്ത ഗോൾ അടിക്കുന്ന ആരാ അവർ തന്നെ വിന്നർ എന്നുള്ള ലെവലിലോട്ട് 3 പേര് മാറിയിരിക്കുന്നത്. റിന്നിന് ഇതുവരെ ഗോൾ അടിക്കാൻ പറ്റില്ല, എന്നിട്ട് പോലും അവർ 3 പേര് തമ്മിൽ ഒടുക്കത്തെ കോമ്പറ്റീഷൻ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പന്ത് നേരെ റിന്നിൻ്റെ കയ്യിലോട്ട് പോകുന്നു. റിന്നിൻ്റെ കയ്യിലോട്ടിയ പന്ത് റിന്നിനിപ്പോൾ ആ ഒരു ഇമ്പോസിബിളായിട്ട് കളിക്കണം. എങ്ങനെയായാലും ഇപ്പോൾ നോർമലായിട്ട് കളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അവൻ തീരുമാനിക്കുന്നത്, ഇപ്പോൾ എന്നെ തടുക്കാൻ ഒറ്റ പ്ലെയർ മാത്രമാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും, 2 പ്ലെയേഴ്സ് കൂടി വരട്ടെ. ഒറ്റ പ്ലെയറിനെ മാത്രമായിട്ട് എനിക്ക് ടാക്കിൾ ചെയ്യേണ്ട, ഒറ്റ പ്ലെയറിനെ മാത്രമായിട്ട് എനിക്കിപ്പോൾ സ്കില്ലെടുത്ത് കളിക്കേണ്ട, 2 പ്ലെയറും കൂടി വരട്ടെ, അവരെയും കൂടി കട്ട് ചെയ്ത് പോയിട്ട് മാത്രമേ ഞാൻ ഗോൾ അടിക്കുന്നുള്ള ലെവലിലോട്ട് റിന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ഒരുത്തൻ നിൽക്കുന്നു, ഒരുത്തൻ വരുന്നു, അവനെ ടാക്കിൾ ചെയ്യാൻ നോക്കുന്നു. റിന്ന് അത് നിൽക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, 2 പേര് വരുന്നു. അവർ 2 പേരെയും ടാക്കിൾ ചെയ്ത് 3 പേരെ ഒരുമിച്ച് ടാക്കിൾ ചെയ്ത് റിന്ന് ഗോൾ അടിക്കാൻ വന്നു. ബട്ട് ഗോൾ അടിക്കുന്നില്ല, നിൽക്കുന്നു. അവൻ പെട്ടെന്ന് തന്നെ ബോൾ ചാൾസിന് പാസ് ചെയ്യുന്നു. അങ്ങനെ ബോൾ ചാൾസിന് പാസ് ചെയ്തിട്ട് എല്ലാവരും ഷോക്ക് ആവുന്നു. പക്ഷേ റിന്ന് അപ്പം പറയുന്നത്, ഗ്യാദർ അപ്പ് ഇഫ് യു ആർ ഡൈ വിത്ത് മീ എന്ന് പറയുന്നത്. അങ്ങനെ ഇത് കേട്ടിട്ട് ചാൾസ് ആകെ അങ്ങനെ സ്റ്റേറ്റ്, അതായത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. എല്ലാ പ്ലേയേഴ്സും കൺഫ്യൂസ്ഡ്, ചാൾസും കൺഫ്യൂസ്ഡ്. സിമ്പിളായിട്ട് ഗോൾ അടിക്കാനുള്ള ചാൻസ് വിട്ടാണ്ട് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ട് എല്ലാവരും കൺഫ്യൂസ്ഡ്. ഇസാഗി എന്താ ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം ഇസാഗിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു. ഇസാഗി ഇത്രയും നാൾ അവൻ്റെ കൂടെ കളിച്ച എല്ലാ പ്ലേയേഴ്സിനും അനലൈസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എല്ലാ പ്ലേയേഴ്സിനും അവന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതായത് ഇസാഗിക്ക് റിന്നിനെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇവൻ്റെ കാര്യം ആലോചിച്ചിട്ട് എത്ര ആലോചിച്ചിട്ട് ഇസാഗിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ ഇവൻ്റെ ഈ സ്റ്റേറ്റ് കണ്ടിട്ട് എല്ലാ പ്ലേയേഴ്സും പേടിച്ച് നിൽക്കുന്നത്. അതായത് റിന്ന് ഇങ്ങനെ കളിച്ച് കണ്ടിട്ട് എല്ലാ പ്ലേയേഴ്സിനും ആകെ പേടിച്ചൊരുമാതിരി പേടിച്ച് പോയി, എല്ലാ പ്ലേയേഴ്സും. അതിന് ബാക്കി പ്ലേയേഴ്സിനെ വിട്, ഇസാഗിക്ക് തന്നെ ആകെ പേടിച്ച് പോയി. ചാൾസ് വീണ്ടും തിരിച്ച് റിന്നിന് പാസ് കൊടുക്കുന്നു. ആൻഡ് റിന്നു പിന്നെയും ഗോൾ അടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇസാഗി വീണ്ടും തടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇസാഗിയോട് റിന്ന് ഇങ്ങനെ പറയും, അതായത് പറ്റുമെങ്കിൽ തടുത്ത് കാണിക്കടാന്ന് പറയും. ഒരുമാതിരി വിളിച്ചിട്ട് പറ്റുമെങ്കിൽ നീ തടുത്ത് കാണിക്കടാന്ന് പറയും. പക്ഷെ അവിടെ റിന്ന് ഗോൾ അടിക്കുന്നില്ല. റിന്ന് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഗോൾ അടിക്കണം. അവൻ വീണ്ടും ചാൾസിന് പാസ് കൊടുക്കുന്നു. അങ്ങനെ ഇപ്രാവശ്യം ചാൾസിന് പന്ത് കിട്ടിയപ്പോൾ ചാൾസ് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പാസ് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു. അതായത് ഈ പാസ് റിന്നിനും എടുക്കാം, ഷീഡോക്കും എടുക്കാം, 2 ആൾക്കും എടുക്കാം. ഷീഡോനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ഇപ്പോൾ കുനിഗാമിനെ സെനിറ്റ്സും അവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഷീഡോവും പന്തെടുക്കാൻ വേണ്ടി ഓടുന്നു, റിന്നും പന്തെടുക്കാൻ വേണ്ടി ഓടുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ റിന്ന് അവിടെ എത്തി, റിന്ന് പന്തെടുക്കുന്നു. പക്ഷെ ഒരു പ്രേതം പോലെ പിന്നെയും ഇത്തോഷി സേ പിന്നിൽ വന്ന് നിൽക്കുന്നു. ആൻഡ് ചോദിക്കുന്നത്, ഇത്രയും ഈസി ആയിട്ട് നീ അടിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. ആൻഡ് ഇത്തോഷി സേ വന്ന് ഇത് ചോദിക്കുമ്പോൾ റിന്നിന് പിന്നെയും മനസ്സിലാവുന്നു, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഈസി ആയിട്ട് ഗോൾ അടിക്കാൻ പാടില്ല, ഇനിയും ഇത് ഡിഫിക്കൽട്ട് ആക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഇസാഗി വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. ഇസാഗി വരുന്നവരെ റിന്ന് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇസാഗി വരുന്നതിന് ശേഷം പന്ത് മുകളിലോട്ട് ഇടുന്നു. പന്ത് മുകളിലോട്ട് ഇട്ടതിന് ശേഷം അവിടുന്ന് ചാടി എയറിൽ ഇട്ടിട്ട് ഒരൊറ്റ ഷോട്ട്. ആൻഡ് ഇപ്രാവശ്യം അടിച്ച ഈ അടി, അതായത് ഏറ്റവും ഇമ്പോസിബിൾ ആയിട്ട് ആരെ കൊണ്ടും അടിക്കാൻ പറ്റാത്ത ഈ അടി ഗോളാവുന്നു. റിന്നിൻ്റെ ഫസ്റ്റ് ഗോളാവുന്നു ഈ അടി. ആൻഡ് ഈ ഗോളോടുകൂടി അവർ 2 പേരും, അതായത് 2 ടീമും പിന്നെയും ഡ്രോയിലോട്ട് പോകുന്നു. 2-2 ആവുന്നു. ആൻഡ് ബാക്കി എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ ബൈ ഗായ്സ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.